എൻ്റെ മമ്മി മരിക്കുന്നതിന് മുമ്പ് ഒരു മാവ് നട്ടു കേട്ടോ. നമ്മൾ റോട്ടിൽ ഗവൺമെൻറ് നടുന്ന ചെടി പറിച്ച് കളഞ്ഞിട്ട് അവിടെ കൊണ്ടൊരു മാവ് നട്ടു. അതിൽ മാങ്ങ ഉണ്ടായിട്ടുണ്ട്. പക്ഷെ ഇവിടെ മഴയൊക്കെ തുടങ്ങിയതുകൊണ്ട് ഞങ്ങൾ മൂക്കാൻ വിടുന്നില്ല. പിക്കിളിടാൻ വേണ്ടി വേഗം പറിക്കുക. ഇത് കർണാടക സ്പെഷ്യൽ മല്ലിക മാങ്ങയാണ് കേട്ടോ. ഇതൊക്കെ കുറേ ഉണ്ട് കേട്ടോ. കിട്ടിയില്ല. എന്നിട്ട് ഞങ്ങളുടെ റോഡാണ് കേട്ടോ. ഞങ്ങളുടെ റോഡിലാണ് ഈ മാവ് നട്ടിരിക്കുന്നത്. ചെടികളോടും മരങ്ങളോടൊക്കെ ഇഷ്ടമുള്ളവർ റോഡിലാണെങ്കിലും നടും. അകത്ത് സ്ഥലം വേണമെന്നില്ല. അത്ര എളുപ്പമല്ല കേട്ടോ ഈ പ്ലാസ്റ്റിക് കൊണ്ട് പറിക്കാനായിട്ട്. നമ്മൾ യൂട്യൂബിലൊക്കെ ഓരോരുത്തർ കാണിക്കുമ്പോൾ എത്ര എളുപ്പത്തിൽ പറിക്കുന്നതെന്ന് തോന്നും. പക്ഷേ ഇത്ര എളുപ്പമല്ല. കിട്ടുന്നുണ്ട്. എന്താ വീഡിയോ ക്ലിയർ ആവാത്തേ? മാവ് മാത്രമല്ല കേട്ടോ, ഒരു പ്ലാവും നട്ടിട്ടുണ്ടെങ്കിൽ അതിലും ചക്ക ഉണ്ടാവാറുണ്ട്. അപ്പുറത്ത് പ്ലാവ് ഉണ്ടോ? അതും ഈ റോഡിൽ തന്നെ കേട്ടോ നട്ടിരിക്കുന്നത്. സെക്കൻഡ് ഫ്ലോറിൽ നിന്നിട്ടാണ് ഇത് പറിക്കുന്നത്. ഇത്ര വലിയ മാവൊന്നുമല്ല കേട്ടോ, ചെറുതാ. ഇതാണ് റോഡ്. കുട്ടിയേശന്മാരൊക്കെ കൂടി ആയിട്ട് പറിക്കുന്നത്. നമ്മളുടെ സെക്യൂരിറ്റിയുടെ മക്കളെല്ലാം കൂടെ പറിക്കുന്ന ചെറിയ മാവാണ്. കണ്ടോ, കേടായി വീണു പോകുന്നുണ്ട്. കേടല്ല, വവ്വാലുണ്ട്. അത് വീണുള്ള വണ്ടിയൊക്കെ അതിൻ്റെ മുകളിൽ കയറി സ്കിഡാവും. അതുകൊണ്ടെല്ലാം പറിച്ചെടുക്കുക പഴുക്കുന്നതിന് മുന്നേ. കുറച്ച് മാങ്ങ പറിച്ചിട്ടുള്ളൂ കേട്ടോ. ഇനിയും ഉണ്ട് ഇവിടെ പറിക്കാനായിട്ട്. നമ്മൾ ഇന്നൊരു ഇൻസ്റ്റൻറ്റ് പിക്കിൾ ഉണ്ടാക്കുകയാണ്. മാംഗോ പിക്കിൾ എന്ന് ഞാൻ കാണിച്ചല്ലോ, ഞങ്ങളുടെ മരത്തിൽ നിന്ന് പറിക്കുന്നത്. ഇതിൽ വെറുതെ ഉപ്പും മഞ്ഞൾ കായപ്പൊടി മാത്രം ഇട്ടിട്ടൊന്ന് മിക്സ് ചെയ്തൊരു ഹാഫ് ആൻ അവർ വെക്കുവാണ് കേട്ടോ. പിക്കിളിനുള്ള മസാല നമ്മൾ ആദ്യം റോസ്റ്റ് ചെയ്യണം. അതിനെടുത്തിട്ടുള്ളതാണ് കുറച്ച് കടുക്, ഉലുവ ആൻഡ് ഉണക്കമുളക് വേണം, വറ്റൽമുളക്. ഇപ്പം ഞാനതിൻ്റെ ചില്ലി ഫ്ലേക്സാണ് എടുത്തിരിക്കുന്നത്. ഒത്തിരി എരിവുള്ളതുകൊണ്ട് കുറച്ച് മുളകേ ഞാൻ എടുത്തിട്ടുള്ളൂ. ആദ്യം നമ്മൾക്കിതൊന്ന് റോസ്റ്റ് ചെയ്തെടുക്കാം. ഇത് നല്ലപോലെ ചൂടായിട്ടുണ്ട്. അപ്പോൾ ഈ മുളകാണെങ്കിൽ നിങ്ങൾക്ക് ആദ്യം ഇടാം. ഇപ്പോൾ പൊടി ആയതുകൊണ്ട് ഞാനിപ്പോഴും ഇട്ടിട്ട് ഇത്രയും റോസ്റ്റ് ആയത് മതി. ഇനി ഞാനിതൊന്ന് പൊടിച്ചിട്ട് വരാം. ഇനി നമ്മൾക്ക് ചെയ്യേണ്ടത് ഇതൊന്ന് താളിക്കണം. താളിക്കാനായിട്ട് ഒരിച്ചിരി വെള്ളുള്ളി, ഒരു പച്ചമുളക്, ഒരിച്ചിരി കടുക് എടുത്തിട്ടുണ്ട്. എണ്ണ ചൂടായിട്ടില്ല. നമ്മൾ കടുകും ഉലുവയും വറുത്ത് പൊടിച്ച് വെച്ചിട്ടുണ്ട്. എന്നാലും ഒരു ഇച്ചിരി കടുക് നമ്മളിവിടെ താളിക്കാനിടുവാണ്. കടുക് പൊട്ടി. ഇനി നമ്മൾക്ക് ഇതങ്ങോട്ട് ഇട്ടേക്കാം. ഇനി നമ്മൾ ഈ മാങ്ങ സ്റ്റൗവിൽ വെച്ചു. ഇതിൻ്റെ അകത്തേക്ക് വറുത്ത് പൊടിച്ച മസാല ഉണ്ടല്ലോ, അതൊന്ന് ചുമ്മാ ഇട്ടിട്ട്, അത് മൊരിയുണ്ട്, ചുമ്മാ എണ്ണയിലൊന്ന് കുതിരാൻ. കഴിഞ്ഞു കേട്ടോ. ഇത്രയേ ഉള്ളൂ നമ്മളുടെ അച്ചാറിൻ്റെ പണി. ഇതിൽ നമ്മൾ വിനീഗറൊന്നും ഇടുന്നില്ല. കാരണം ഇത് നമ്മൾക്ക് ഒത്തിരി ദിവസത്തേക്ക് വെക്കാനുള്ളതല്ല, നമുക്ക് പെട്ടെന്ന് എടുത്ത് തീർക്കാം. എന്നാലും ഒരു 2-3 മാസമൊക്കെ നിങ്ങൾക്കിത് ഫ്രിഡ്ജിനകത്ത് വെക്കാം കേട്ടോ. ഒന്ന് ചെറുതായിട്ട് ചൂടായി കഴിയുമ്പോൾ ഞാനിതങ്ങ് ഓഫ് ചെയ്ത് വെക്കുക. നല്ല മണവും ടേസ്റ്റും ഒക്കെ ഉണ്ട്. ഒരിച്ചിരി വിളഞ്ഞ് മാങ്ങിയാണ് എപ്പോഴും നല്ല, ഒരു നേരിയ മധുരത്തിലേക്ക് വരണം. ഒത്തിരി പുളിയിനേക്കാൾ നല്ലത്. ഇത്രയേ ഉള്ളൂ, നമ്മളുടെ അച്ചാർ റെഡിയായി. താങ്ക് യു ഫോർ വാച്ചിങ്. എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെങ്കിൽ ഇത് മറ്റുള്ളവരിലേക്കൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക.
എനിക്ക് ഇത്തിരി ചുമയുള്ളതുകൊണ്ട് എൻ്റെ ശബ്ദമൊക്കെ കുറച്ച് പ്രശ്നമായിട്ടിരിക്കുകയാണ്. എല്ലാവരും ഒന്ന് ക്ഷമിക്കുക. ഓക്കെ, ഞാനിപ്പോൾ ഇത് ഓഫ് ചെയ്യുകയാണ് കേട്ടോ. എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. മറ്റുള്ളവരിലേക്ക് ഷെയർ ചെയ്യുക. സബ്സ്ക്രൈബ് ചെയ്യാൻ മറന്നുപോയിട്ടുള്ളവരും ആദ്യമായിട്ട് കാണുന്നവരും സബ്സ്ക്രൈബ് ആൻഡ് ലൈക്ക് ബട്ടൺ പ്രസ് ചെയ്യണേ. താങ്ക് യു.